ഇനിയിപ്പോഴ് എന്താ പറയുന്നേ? പറയാനുള്ള ബാക്കി നിൽക്കട്ടെ. പറയാനുള്ള വാക്ക് ജന്മത്തിന് കടം കൊണ്ട പോലെ. ഒരു കടമെങ്കിലും നിൽക്കട്ടെ ബാക്കിക്ക്. അക്കാമോ അവിടെ നില്ലേ നിൽക്കാൻ. നല്ലപോലെ പനിക്കുന്നുണ്ട്. ഇച്ചിരി മരുന്ന് തരട്ടോ അപ്പച്ച? വേണ്ടേ, ഇത് കഴിച്ചേ അപ്പച്ച. പനിയും നിറയുണ്ട്. അപ്പച്ച മരുന്ന് കഴിച്ചേ അല്ലേ? അപ്പച്ചൻ ആരോടെ വാശി കാണിക്കുന്നേ? അപ്പച്ചൻ എന്തോ ഒന്നും മിണ്ടാത്തേ? ചോദിച്ച കേട്ടില്ലയോ? അപ്പച്ചൻ ഒന്നും മിണ്ടാനില്ലയോ? എനിക്കറിയത്തില്ലയോ അപ്പച്ചനെ? അപ്പച്ചന് മിണ്ടാതെയും പറയാതെ ഇരിക്കാൻ പറ്റുമോ? ആണ്ടേ, ഈ മരുന്ന് അങ്ങ് കഴിച്ചേ. അല്ലേ, നോയിക്കൊണ്ടിരിക്കുവന്നോ? കഴിച്ചാട്ടെ. കഴിക്ക്. അപ്പച്ചൻ എന്നോട് മിണ്ടത്തില്ലയോ? അപ്പച്ചൻ എന്നോട് ഒരു വാക്കും മിണ്ടാനില്ല അല്ലയോ? മിണ്ടാനും പറയാനും ഇല്ലേ ഞാൻ എന്തോ ഇന? അപ്പച്ചനൊന്നും പറയാനില്ല. ഈ വീട്ടിൽ ആർക്കും എന്നോടൊന്നും പറയാനില്ല. ഞാൻ മാത്രം പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് ഭ്രാന്തായിരിക്കും അല്ലയോ അപ്പച്ച? അപ്പച്ച, ഈ വീട്ടിൽ എല്ലാവർക്കും ഭ്രാന്തായിരുന്നു പെണ്ണേ. എല്ലാരും ഓരോന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കാനും തിരിച്ചു പറയാനും ഒന്നും ആരുമില്ല. എല്ലാരും
തമ്മി തമ്മി ഒറ്റയ്ക്കായി പോയി. ഷീനാറിലെ ബാബേലി ഗോപുരം നിർമ്മിച്ചപ്പോഴ് കർത്താവ് ജനതകളെ അകറ്റിയ മാതിരി എല്ലാരും വല്ലയിടത്തും പോയി ചെതറി തമ്മി തമ്മി പറയുന്നത് മനസ്സിലാവാതായി. എനിക്കന്നെ അപ്പച്ച എന്നെ തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ പറയുന്നേ ചെയ്യുന്നേ എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ എന്തോ നീ ഇന്നലെ രാത്രി മൊത്തവും കരയുമായിരുന്നു. നിന്റെ മനസ്സ് പെടഞ്ഞ എനിക്കറിയാം പെണ്ണെ. നീ കരഞ്ഞ എനിക്ക് കേൾക്കാം. അപ്പച്ചൻ എന്നോട് മിണ്ടാതിരുന്ന ഞാൻ എന്നെ തന്നെ മറന്നു പോത്തില്ലയോ? ആ അപ്പച്ച ഞാൻ പറയുന്ന അപ്പച്ചൻ കേൾക്കണം. എന്താവാ പെണ്ണെ? രാജമോനെ തിരിച്ചു വിളിച്ചോണ്ട് വരാൻ അപ്പച്ചൻ ഇവിടെയുള്ള ആളിനോട് പറയണം. അപ്പച്ചൻ പറഞ്ഞ കേക്കും. അപ്പച്ചന്റെ ഒരു വാക്കിന് തീരുന്നേ ഉള്ളു വാശിയൊക്കെ. അപ്പച്ചന്റെ വാക്ക് എന്താ അപ്പച്ച ഒന്നും മിണ്ടാത്ത? അപ്പനും മോനൂടെ തമ്മി തല്ലി പിരിയരുത്. അത് എനിക്കുള്ളൊരാഗ്രഹം. അപ്പച്ചൻ വിളിച്ചു പറയണം, ചെന്ന് വിളിച്ചോണ്ട് വരാൻ. പെണ്ണേ, എന്തുവാ അപ്പച്ച? ഒരുപാട് വയസ്സായി പോയില്ലയോ എനിക്ക്? പടിയെ ഊന്നി 2 വാരം നടന്ന കാലു പെനയ്ക്കുക. ചൊവ്വയെഴിച്ച് നിൽക്കാൻ തന്നെ വയ്യ. തലയ്ക്ക് കറക്കമാ. പെണ്ണേ, മേല് തളർന്ന വാക്കിന് ഒരു വിലയില്ല. ആ ഓ എനിക്ക് ഇച്ചര കൂടെ കിടക്കണം. ഇന്നലെ രാത്രി നേരെ കണ്ണടഞ്ഞില്ല. ഓ ഓ അപ്പച്ചൻ തന്നെ പറയത്തില്ലയോ ഉത്തരവൊന്ന് കത്താനെ കൊണ്ട് ഒരു പൊരുത്തി മതിയെന്ന്? മേക്കൂരയ്ക്ക് തീ വീണ എന്നെ ഇതിനകത്തിട്ടേക്കണം. എല്ലാം കത്തിച്ചാമ്പലാവുമ്പോഴ് ഞാനും പോട്ടെ. അപ്പച്ച പതിനാല് 15 16 17 18 19
രാജ ആണ്ട കൊച്ചുകുട്ടിച്ചായ ഇറങ്ങി. നീ എന്തെങ്കിലും ചെയ്യുന്ന ചെയ്യേ, അല്ലേ ഞാൻ കയറി പറയും. എന്തോ പറയാനാ നീ പറയുന്നേ? രാജ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. കാര്യങ്ങൾ നമുക്ക് ചോദിച്ചും പറഞ്ഞ് ശരിയാക്കാവന്ന്. ദേ, അതിനിടെ കൊച്ചുകുട്ടിച്ചായം കയറി ചെന്ന സംഗതി കുഴയും. അല്ലേലും നീ വിചാരിക്കുന്ന കണക്കിന് അവിടെ ആർക്കും എന്നോട് വിഷമമില്ല. ദീന കൊച്ചമ്മ എന്നോട് പറഞ്ഞേ നിന്നെ തിരിച്ചു വിളിച്ചോണ്ട് ചെല്ലാൻ. എടാ, എന്തായാലും മാത്തുക്കുട്ടിച്ചാൻ നിന്റെ അപ്പനല്ലയോ? ആ അപ്പനാ നേരാ. പക്ഷെ അപ്പന്മാരുടെ കണക്കാന്നോ എന്നോട് കാണിച്ചേ? ആ രായമോ ബാ, ഇപ്പൊ ചെന്ന കവലക്കുള്ള വണ്ടി കിട്ടും. അല്ലേ പിന്നെ യാത്ര വിഷമാ. ആ നീയും ബാ, നീയും അങ്ങോട്ടല്ലയോ? അല്ല കൊച്ചുകുട്ടിച്ചായ, ഞാൻ പഴകുളത്തിന് പോകുന്ന വഴിക്കല്ലയോ ഇങ്ങോട്ട് വന്നേ. പഴകുളത്ത് കൊച്ചുപരെ കുഞ്ഞുമാത്തനെ ഒന്ന് കാണണം. ഇച്ചിരി കായന്റെ ഇടപാടാ. ഒത്തിരി നാളായിട്ട് കിടക്കുക. ഞാൻ കൂടെ വന്നാൽ ശരിയാവത്തില്ല. ശരിയാവത്തില്ല, നേരാന്നാ തോന്നുന്നേ. നിന്നെ കണ്ടിട്ട് ഒരു ശരികേടുണ്ടല്ലോടാ ബേബി. ഓ, ഒന്നുമില്ല ചായ, ഒന്നുമില്ല. ആ ഒന്നുമില്ലേ കൊള്ളാം. പക്ഷെ ശരികേടുണ്ടായ ഈ കൊച്ചുകുട്ടി അത് നോയിക്കൊണ്ടിരിക്കത്തില്ല. ചെറുക്കന്റെ പേരില് അങ്ങ് കുറ്റിക്കിഴക്കിലെ ന്യായം വന്നേ. കാലും കൈയും കെട്ടിയിട്ടാലൊന്നും പോരാ, അറുത്തിടേണ്ടി വരും. ശരിയും ശരികേടും ഒക്കെ ഓരോരുത്തരും നോക്കുന്ന കൂട്ടല്ലയോ കൊച്ചുകുട്ടിച്ചായ. ചിലപ്പോഴ് ചിലർക്ക് ചിലത് ശരിയായിരിക്കും, വേറെ ഉള്ളവർക്ക് അത് ശരിയാവത്തില്ല. അതിപ്പോഴ് തമ്മി മനസ്സിലാവുന്നതിന്റെ കൂട്ട് എങ്ങനെയും പറഞ്ഞു തീർക്കണം. അതല്ലയോ കുടുംബത്തിൽ വേണമെന്നേ. കുടുംബത്തിൽ വേണമെന്നേം ഇണങ്ങരക്ക് വേണമെന്നേം നീ പറഞ്ഞു പഠിച്ചോണ്ടച്ചാ മതി, എന്നെ പഠിപ്പിക്കണ്ട. കൊച്ചന്റെ പേര് വല്ല സഹിച്ചിട്ടും ക്ഷമിച്ചിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ നേരത്തെ തന്നെ കാണാമായിരുന്നു. കൊച്ചുകുട്ടിച്ചാൻ ആ പറയുന്ന കൂട്ടാൻ പറ്റത്തില്ല. എന്നുവെച്ചാ മക്കളുടെ കെട്ടുറപ്പിന് അപ്പനും ഇല്ലേ അഭിപ്രായം? അപ്പനും മോനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടേ രണ്ടു തരവും കേട്ടു നോക്കണം. ബേബി, അപ്പനും മോനും തമ്മിലുള്ള നില്ല ഞാൻ പറയാം. എന്താ പറഞ്ഞേ? അപ്പനും മോനുമാ. പെണ്ണുറയ്ക്കുമ്പോ മാത്രമേ ഉള്ളൂ ഈ അപ്പനും മോനും. അല്ലേലി അപ്പൻ അനക്കോ ഇല്ല, അഭിപ്രായവും ഇല്ല. എനിക്കറിയാന്നുള്ളതിനേക്കാളും നിനക്ക് അറിഞ്ഞൂടാ മാത്തൂട്ടിയെ. ഞങ്ങള് 4 ആങ്ങളമാർക്ക് ഒരു പെണ്ണെ കൂടെ പുറപ്പായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനെ കെട്ടണൊക്കെ അയച്ച് ഉള്ള ആയുസിന്ന് വെട്ടിക്കിഴിപ്പിച്ച് തീ തീറ്റിക്കാനെന്ന് അറിഞ്ഞേ പിന്നെ മനസ്സിൽ നിന്ന് വിചാരം ഒഴിഞ്ഞിട്ടില്ല. പിന്നെ ആണ്ടേ ഈ നിക്കണ ചെറുക്കനെ ഓർത്താ ഇപ്പൊ വന്നേക്കുന്നു അപ്പന്റെ അവകാശം. ഇച്ചനെ തെണ്ണം ഉണ്ടോ? എന്താന്നോ, എനിക്കും ഉണ്ട് ഈ പ്രായത്തിൽ 2 എണ്ണം. ഔത്തങ്ങൾ അനുഭവിച്ച ജീവിതമല്ല ആണ്ട ഈ നിക്കണ ഞങ്ങളുടെ പെങ്ങടെ ചെറുക്കൻ അനുഭവിച്ചേ. ബേബി, ഇനി ഒരുപാട് പറയാനൊന്നുമില്ല. ഇത് ഞാൻ നിശ്ചയിച്ച രാജ. ആന്നടാ, ചെറുക്കൻ നിശ്ചയിച്ച അന്നേ അത് നടക്കും, അല്ലേ നടത്തും. പിന്നെ നീ കാണുമ്പോ പറഞ്ഞേരെ, മാത്തൂട്ടിയല്ല ഏത് കീച്ചിപ്പാപ്പ വിചാരിച്ചാലും ആ വിചാരം നടത്തത്തില്ലാന്നു. കുത്തിശ്ശേരിയിലെ കൊച്ചുകുട്ടിയാ പറഞ്ഞേ. നീ വാടാ മോനെ, വാ. കേറ്. രാജ, നീ വന്നല്ലോ. എന്റെ മനസ്സ് പറഞ്ഞ നേരെ നീ വരുമെന്ന്. ഞാൻ പറയുന്ന നേരാ. ഇന്നേക്ക് പോലത്തേക്കിന് അരിയിട്ടപ്പോഴ് ഞാൻ നാഴിക്ക് കൂടെ ഇട്ട് നേരായിട്ടും പറയുവാ. എന്റെ മനസ്സ് പറഞ്ഞു. കർത്താവേ, പിന്നെ പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതെ കണ്ട് വരുമോ? വാ, വന്നാട്ടെന്ന്. ഇല്ല ചമ്മ, ഞാൻ ഇവിടെ വന്നോളാം. എന്തുവാ കുഞ്ഞെ നീ പറയുന്നേ? ഇത് നിന്റെ കുടിയല്ലയോ? എന്റെ കുടി. എന്നെ ആരും വിളിച്ചില്ലേലും ഞാൻ അങ്ങോട്ട് കേറുക. ഒന്ന് കേറി ഇരുന്നേ വെച്ച് വാ. പോകുമ്പോഴേ കൊച്ചനെ കൂടി ഞാൻ കൊണ്ടുപോണോന്ന് ഇവിടെ ഉള്ളവരാ തീരുമാനിക്കേണ്ടേ. എന്തവാ കൊച്ചുട്ടീച്ചായ മനുഷ്യന് മനസ്സിലാവാത്ത ഭാഷ കാര്യം പറയുന്നേ?
അല്ലേ എന്താ വന്നോ? ഞാൻ പറഞ്ഞ മലയാളം അല്ലയോ കൊച്ചേ? പിന്നെ എന്താ മനസ്സിലാവാത്തെ? അതോ ഞാൻ വന്നേ ഇവിടെ കയറി ഇരുന്നേ ഒന്നും ഇവിടെ ഉള്ളവർക്ക് പിടിച്ചില്ല എന്നുണ്ടോ? അതാ മനസ്സിലാവാത്തെ. കൊച്ചുകുട്ടിച്ച എന്റെ പെങ്ങളെ കെട്ടിച്ചയച്ച വീട്. പിന്നെ ആ വീട്ടിൽ വരുമ്പോഴ് ഇഷ്ടക്കേടിനുള്ള കാര്യമുണ്ടോ? സ്വന്തം ബന്ധമുള്ള വീട്ടിൽ ഇഷ്ടക്കേടുണ്ടോന്ന്? സ്വന്തം ബന്ധമൊക്കെ നീ പറഞ്ഞ എങ്ങനെയാ കൊച്ചേ? അത് കളാ. അല്ല, ഈ വീട് കുഞ്ഞാനാപ്പിള മോന് മാത്രമായിട്ട് എഴുതിയാന്ന് പറഞ്ഞെന്ന് പറയുന്നു. ഞാൻ പറയുന്ന കാര്യമില്ലായിരിക്കും, എന്നാലും പറയുവാ. കൊച്ചുകുട്ടിച്ചാൻ ഏതാണ്ട് മറച്ച് ധരിച്ചു സംസാരിക്കുക. അല്ല, അറിയുമ്പോഴും പറയുമ്പോഴും വലിയ കാര്യമാവുമല്ലോ. ഈ പറഞ്ഞ നേര്. അറിയുമ്പോഴും പറയുമ്പോഴും വലിയ കാര്യമാവുമല്ല. അപ്പൊ അറിയരുത്. അപ്പൊ പിന്നെ പറയത്തില്ലല്ലോ. കുടിയിൽ ചട്ടിയും കലം തട്ടിയും മുട്ടിയിരുന്ന ഇണങ്ങരും അയൽവാസികളും അറിയരുതെന്ന്. കുടി തന്നെ തീരണമെന്ന്. ആണ്ടെ, ഇവിടുത്തെ ആള് വരുന്നു. അങ്ങോട്ട് പറഞ്ഞോണ്ടാട്ടെ. അല്ലേ അളിയനോ? അളിയനപ്പോ ഒന്ന് വന്നു. വന്ന കാര്യമാ പറഞ്ഞോണ്ടിരുന്നേ. പിന്നെ എന്താ അളിയ വിശേഷം? കൊടുവത്തൂര് പള്ളി പെരുന്നാളിന് കണ്ടേച്ചും നമ്മൾ ഇപ്പോഴാ പിന്നെ കാണുന്നല്ലയോ? കൊടുവത്തൂര് പള്ളിയിലുമല്ല, കോഞ്ഞാക്കഴിക്കയിലും അല്ല. എന്റെ എല്ലാലും ഇളയ കൊച്ചിന്റെ കെട്ടിന നമ്മൾ ഉടുക്കാൻ കണ്ടേ. അളിയന് പള്ളിയും പെരുന്നാളും പരിവട്ടമൊക്കെ തന്നെ ഇപ്പോഴും അല്ലയോ? ഒരു മാറ്റം ഇല്ലല്ലോ. പിന്നെ വന്ന എന്തുവാ? അളിയനത് പറഞ്ഞില്ല. ഇവിടെ എന്തോ വിശേഷം ഉണ്ടെന്ന് കേട്ടു. അതറിയാനാ വന്നേ. അത് അവൻ പറഞ്ഞില്ലയോ? കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. ചെള്ളക്ക് തെണുത്ത് കിടക്കുന്ന കണ്ട്. ഓഹോ, അക്കാര്യം ചോദിക്കാനെ കൊണ്ട് വന്നയാന്നോ? ആന്നു, അക്കാര്യം തന്നെ ചോദിക്കാനുള്ള. ചെറുക്കനെ തല്ലിക്കൊന്ന് കുഴിച്ചിട്ടാലും ആരും ചോദിക്കാനും പറയാനില്ലെന്ന് വിചാരിച്ചോ? കൊച്ചുകുട്ടിച്ചായന് ചോദിക്കാം, പക്ഷേ ചോദിക്കേണ്ട പോലെ ചോദിക്കണം. എന്നാ പിന്നെ ചോദിക്കേണ്ട പോലെ ചോദിക്കാം. കൊച്ചന് കെട്ടുറച്ചായിരുന്നോ? കെട്ടണക്കാൻ പോയി, പക്ഷെ അത് വേണ്ടാന്ന് തോന്നി. കാരണമുണ്ട്. ആ തള്ള മോശമാന്നറിഞ്ഞ് ഐപ്പിനിയാ. എന്ത് മോശം? തള്ള അല്ലല്ലോ, മോളല്ലേ കെട്ടുന്നേ. അളിയും മനസ്സിൽ തെറ്റിദ്ധാരണയൊന്നും വെച്ചോണ്ട് സംസാരിക്കരുത്. എല്ലാം അറിഞ്ഞുകൊണ്ടാന്നോ നമ്മളൊരു കല്യാണം അന്വേഷിക്കുന്നു, യോജിച്ചാന്നേ നടത്തും. അളിയന്റെ കാര്യത്തിലായാലും ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. രാജമ്മോന്റെ കാര്യത്തെ ദോഷമായിട്ട് വരാൻ ഞങ്ങൾ വല്ലതും ചെയ്യോ കൊച്ചുകുട്ടിച്ചായ? പറഞ്ഞു വന്ന കാര്യമൊക്കെ ശരിയാ. അളിയന്റെ അമ്മാച്ചന്റെ മകനല്ലയോ കാർത്തിക പള്ളിക്കാരച്ഛൻ. ആന്നോ അല്ലയോ? പറഞ്ഞാട്ടെ. അന്നു അങ്ങേരല്ലേ ഇതിന്റെ ആലോചനക്കാരൻ? അതും ആന്നു. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ. അല്ലെന്നാലും പറഞ്ഞില്ലല്ലോ. ഒരു പട്ടക്കാരന് തൃപ്തി വന്ന കാര്യം പോയി കണ്ടപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. എന്നേച്ചിപ്പോ ആണ്ട കിടക്കുന്നു. തള്ള മോശക്കാരിയാന്നൊരു ന്യായം അല്ലേ? ചോദിക്കുന്നതിന് മറുപടി പറയണം. അവര് നിങ്ങൾക്ക് ഇപ്പം മോശക്കാരിയായ എന്താന്ന് തെളിച്ചു പറ. ചെറുപ്പത്തി ആമ്പർന്നവും ചത്തുപോയി. വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലായിരുന്നു. അങ്ങനെ വരുമ്പോഴ് വഴിതെറ്റിപ്പോവാൻ എളുപ്പമല്ലയോ? ചേടാ, ഇതെന്ത് വർത്തമാനെന്ന് പറ. ആ ഇടവകയിൽ വികാരിയായിരുന്നു ഒരച്ഛൻ. അതും നിങ്ങൾ അമ്മാച്ചന്റെ മോൻ. അങ്ങേര് തരുന്ന സാക്ഷിപത്രം പോരായോ? ഓ, അച്ഛൻ ഇപ്പോഴെല്ലാം അറിഞ്ഞെന്ന് വരൂ. അറിയുന്നത് മധു മാത്തൂട്ടിയെ, കൂടുതലൊന്നും അറിയണ്ട. തൽക്കാലം ആ ചെറുക്കൻ ഇഷ്ടപ്പെട്ട ആലോചന അങ്ങ് നടക്കട്ടെ. എന്താ വാളിയം പറഞ്ഞ്? ഉറച്ചകെട്ട് മുടക്കരുതെന്ന് മനസ്സിലായില്ലയോ? ഒക്കത്തില്ല. ഒക്കണം, അല്ലെങ്കിൽ ഒപ്പിച്ചേ പറ്റത്തുള്ളൂ. കൊച്ചുകുട്ടിക്ക് വരെ ഭാഷ വശമില്ല അളിയാ.
അതങ്ങ് കുത്തിശ്ശേരിയിലെ വീട്ടിൽ ചെന്ന് പറഞ്ഞാൽ മതി. ഇവിടുത്തെ കാര്യം ഞാനാ നോക്കുന്നത്. ആ കുട്ടിച്ചായൻ ചെന്നാട്ടെ. അതിപ്പോ കൊച്ചുകുട്ടിച്ചായ രാജന്റെ അപ്പനും ഉപ്പാപ്പമാരിക്കൊന്നും ഈ ബന്ധത്തെ നീ പോടി അപ്പുറത്ത്. പോവാനല്ലേ പറഞ്ഞത്? എന്റെ കൊച്ചന്റെ കല്യാണം എങ്ങനെ നടത്തണമെന്ന് ഞാനാ തീരുമാനിക്കുന്നേ. അതിനാവാതെ വന്നാ വിളിക്കാൻ കുത്തിശ്ശേരിന്ന്. എന്നാ പിന്നെ അളിയൻ കുത്തിശ്ശേരിക്ക് വരേണ്ടി വരും. പ്രായം തികഞ്ഞ പയ്യനാ. അവൻ തീരുമാനിച്ച അളിയൻ കുത്തിശ്ശേരിക്ക് വരും. എനിക്ക് ആ ഗതി വരത്തില്ലളിയ. എന്റെ അപ്പന്റെ വാക്കിന് വിലങ്ങി ഞാൻ ജീവിച്ചിട്ടില്ല. അപ്പന്റെ പരിധി വളർന്ന അവനും. അല്ലേ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? എടോ ഇയാള് കേട്ടോണം. 10-30 വയസ്സായ പയ്യനാ. അവൻ വിചാരിച്ച കെട്ട് നടത്തുന്നതിന് ഈ നാട്ടിൽ നിയമത്തിന് കുറവൊന്നുമില്ല. എന്നാ പിന്നെ അങ്ങനെ ആട്ടെ. അളിയൻ അളിയന്റെ വഴി നോക്ക്. മുട്ടാപ്പൊക്കം കെട്ടിക്കയറലൊന്നും വേണ്ടാലോ. എന്നാ പിന്നെ എനിക്ക് ഒന്നുകൂടെ പറയാനുള്ളൂ. അത് അളിയനോടല്ല, കുഞ്ഞേനാമാനോടാ. എല്ലാം ഓർത്ത അളിയന് തന്നെ കൊള്ളാം. കൊച്ചൂട്ടിയാ കുഞ്ഞേനമ്മാവ അറിയാൻ പറയാ. കൊച്ചന്റെ കെട്ടുറച്ചത് മുടക്കല്ലേ. അവന് പിടിക്കുന്നത് അതാന്നേ. പിന്നെ കൊച്ചൂട്ടി തന്നെ അത് നടത്തേണ്ടി വരും. നേരത്തെ പറഞ്ഞില്ല എന്ന് പറയരുത്. ആണ്ടേ കൊച്ചൂട്ടി പറയാനുള്ളത് പറഞ്ഞേ. അപ്പാ അപ്പം പറഞ്ഞാ മതി. പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം. ഉറച്ചേ മുടക്കൊന്ന് പറഞ്ഞാട്ടെ. അപ്പൻ ഒരു വാക്ക് പറഞ്ഞാ മതി. എന്നാ പിന്നെ കൊച്ചൂട്ടി ഇറങ്ങുക. അപ്പാ അതെ, മനസ്സിനിണങ്ങിയ പെണ്ണിനെയും ചെറുക്കനെയും കെട്ടിച്ചേക്കണം. അല്ലാതെ എന്തോ പറഞ്ഞാലും ന്യായമാവത്തില്ല. അളിയൻ പോയിരുന്ന് തഞ്ചത്തിൽ ആലോചിക്കേ. എരണക്കേട് പറയുന്നു. ഇത്രയും നേരം കേട്ടിരുന്നതിന്റെ കുത്തായിരിക്കും. കേട്ടിരിക്കും, കേട്ടിരുന്നേ പറ്റത്തുള്ളൂ ഇയാള്. അല്ലേ അപ്പന്റെ വാക്ക് കേട്ടായിരുന്നോ? ഇയാള് 37-ാമത്തെ വയസ്സില് കൊച്ചനെടുത്തൻ കാലമായപ്പോ അവന്റെ പ്രായത്തിൽ ഒരുത്തിയെ സ്നേഹിച്ച് കെട്ടിയേ. പിന്നെ തന്റെ പെങ്ങടെ തല പോയപ്പോ ഞാൻ സന്യസിക്കണായിരുന്നു. ആണ്ടെ വീട്ടിൽ കയറുവന്ന് കൊള്ളരുതാഴിക പറയരുത്. അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യമാ. അല്ലേ ഇയാടെ പെണ്ണൊരുത്തി പഠിക്കാൻ പോയ കൂട്ടത്തി കണ്ണും കൈയും കാണിച്ച ഒരുത്തനെ വീട്ടിൽ കൊണ്ടുവന്നെയോ? പിന്നെ ഈ തിന്നയ്ക്ക് വന്ന് എന്റെ മുന്നിക്കോട്ട് നോക്കി കൊള്ളരുതാഴിക പറഞ്ഞ ശേഷം പറഞ്ഞൂടായോ? നിർത്തിനടാ, കഴിവക്കേട് കാണിക്കുന്നു. തൊട്ടുപോരുത് അവളെ. ഇറങ്ങിപ്പോടാ. എനിക്ക് ഇച്ചിരി വെള്ള മനസ്സിത്തിരുന്ന പെണ്ണിനെ ചീത്ത പറയാൻ അന്നൂടാ നീ വന്നേ. പോയിക്കോണം. ഇറങ്ങിപ്പോവാ. പക്ഷേ ഈ കെട്ട് നടക്കും വരെ കൊച്ചൂട്ടി വരും ഇവിടെ. പിന്നെ വരത്തില്ല ഈ അയ്യത്ത് കാലൂന്നാൻ. ദാണ്ട നിക്കണ നിങ്ങളുടെ കൊച്ചൻ. യവനെ ഇവിടെ നിർത്തിയച്ചും പോവുക. നിങ്ങൾ അപ്പനും മോനും കൂടെ തീരുമാനിക്ക് യവനിവിടെ വേണോന്ന്. മാമൻ പോവുക. നിനക്ക് അരുതായി കൊണ്ടേ നീ അങ്ങ് വന്നേക്കണം. നിനക്കും വേണ്ടി ഇച്ചിര മണ്ണ് എപ്പോഴായാലും കൊച്ചൂടിയുടെ കൈക്കൊണ്ട്. എന്റെ പെങ്ങൾക്ക് ആയ കാലത്തിലുള്ള കടവാന്ന് കൂട്ടിക്കോ. അപ്പാ, അപ്പന്റെ വാക്കിനാ ഞങ്ങൾ ജീവിച്ചേ. അപ്പന്റെ വാക്കിനുള്ള വിലയായി കണ്ടേ. അപ്പൻ ഉരിയാടണ്ട. അപ്പൻ ഇനി ഒന്നും ഉരിയാടണ്ട.